അല്ല നല്ലൊരു കമ്മിറ്റിക്കാരായിരുന്നെങ്കിൽ അവൻ പാവപ്പെട്ടവനാണ് എന്നൊക്കെ എന്താ ചെയ്യുക, ഒരു കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക. ഇതങ്ങനെയല്ല, അതെ മുതലെടുപ്പ ശരിക്ക് കൈ നനയാതെ മീൻ പിടിക്കുക. ഇവിടെ ഞാൻ നിൽക്കുന്നത് ഭയങ്കര കഴിഞ്ഞ പെരുന്നാപ്പൊടി 50 രൂപ. ഗൾഫില് ജോലിയുള്ള ഒരാളാണ്, ഗൾഫില് ജോലിയൊക്കെ ഉള്ള ഒരാളാണ്. 50 രൂപ വന്നിട്ട് പറഞ്ഞു ആ ചെയ്യണമെന്ന് പറഞ്ഞു പാർട്ടിക്ക്. അപ്പോൾ നമ്മൾ ഉസ്താമർ വെച്ചിട്ട് മേടിക്കാൻ പോലും വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. 50 രൂപ കൈ കൊടുക്കുക, ലക്ഷക്കണക്കിന് രൂപയുടെ ധർമ്മക്കാർക്ക് കൊടുക്കില്ല 50 രൂപയ്ക്ക്. അങ്ങനെ അവിടുത്തെ ഇപ്പൊ ഈ മുത്താലിയും കുട്ടികളില്ലേ, പഠിക്കുന്ന കുട്ടികൾ ഈ പ്രസംഗിക്കാൻ പോകുമ്പോൾ നമ്മുടെ 800 രൂപ കിട്ടും. ഞങ്ങളവിടെ നമ്മളവിടെ കൊടുത്തത് 450 രൂപ, 400 രൂപ 300 രൂപ 200 രൂപ കൊടുക്കുന്നു. അങ്ങനെ കൈ നടക്കില്ല. പ്രശ്നമാണ്. ചായക്ക് 12 രൂപ. ഇവിടെ നമ്മുടെ ഇന്റർനാഷണല്ലേ അവിടെ ചായക്ക് 15 രൂപ. ഒരു ഉണ്ടം പൊരിക്കും. ഉണ്ടം പൊരിച്ചതേ എല്ലാം ചെയ്യുന്നത് ബംഗാളിയാണ്. ബംഗാളി ചെയ്യുന്നത് അവിടെ 12 രൂപ ചായക്ക്. തലശ്ശേരിന്നാ ഫുഡ് കഴിക്കാറ് കൂടുതലും, കാരണം നമുക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. തലശ്ശേരി നല്ല സ്ഥലമല്ലേ? നല്ല ഫുഡുള്ള ഏരിയ. അവിടെ ഇളനീരൊക്കെ കുടിക്കാൻ. ഇത് ഉൾഗ്രാമമല്ലേ നമ്മൾ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇത് കോഴിക്കോട് ടൗൺ കഴിഞ്ഞാൽ പിന്നെ ഉള്ള എല്ലാം ഉൾഗ്രാമമാണ്. ഇവിടെ എല്ലാവരും ആൾക്കാർ പറയുന്നത് കേൾക്കാം, ഈ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുക, പിന്നെ കയറുക 6 മണി കഴിഞ്ഞാൽ എല്ലാം വീട്ടിൽ കയറും. 6 മണി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോകും. അതങ്ങനെ കണ്ണിന്റെ ഭാഗത്തൊക്കെ അങ്ങനെയാ. ഇവിടെ നിന്ന് തട്ടുകര കിട്ടും കടൽ. മീനെ കൊണ്ടിടാൻ പള്ളിക്കുളത്തില് ഇപ്പൊ നിൽക്കുന്നിടത്ത്. അപ്പൊ ഞാൻ എന്തായാലും മാറാൻ പോയി. ഞാൻ അതിനെ കൊണ്ട് പോയിടുന്നത് ഇപ്പൊ ചെന്നെത്തി സമാധാനം കിട്ടത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നത് അങ്ങനെയാണ്. നമ്മൾ ചൂടാക്കും ചെയ്തോണ്ട്. നാളെ പണിയെടുത്തില്ല, ഇവിടെ പണിയെടുത്തില്ല, അത് ഇതൊക്കെ പണിയില്ലാന്നറിയും കേട്ടോ. അല്ലേ നമ്മൾ ഒറ്റത്തടി ജീവിക്കണേ. അതിന്റെ കാര്യം നോക്കി നമുക്ക് ഒന്നാമത് കിട്ടും. മുടി വളരുന്നില്ല, മുടിയൊന്നും വളരുന്നില്ല. ഇനിയിപ്പം മഴ സീസൺ വരുമല്ലേ, ഇപ്പം നിൽക്കുന്നിടത്ത് ഇനിയിപ്പം കണ്ടോണം ആ മുണ്ട് മൊത്തം ചെടി. ചെടി എന്താന്ന് വെച്ചാല് അവിടെ കൽപ്പൂടിയല്ലേ? അല്ല, പള്ളിയും
ഈ റൂമും തമ്മിൽ 1 കിലോമീറ്റർ ഉണ്ട് കുട്ടികൾക്ക്. ഓ ശരി. അപ്പോൾ അവിടെ ഞാൻ നടന്ന പള്ളിയോട്ട് പോകണം. നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ വെക്കുന്ന പള്ളി മുണ്ട് മടക്കി കുത്താക്കുകയല്ലേ? മടക്കി കുത്താക്കുകയല്ലേ മുണ്ട്? മടക്കി കുത്തി ഇങ്ങനെ പോയാൽ വെള്ളം തെറിപ്പിച്ച അവന്മാർ ബസ്സിന് ഇവിടെ എങ്ങനെയാണെങ്കിൽ കൊല്ലം നമുക്ക് അകത്തിരിക്കും കല്ലെറിയാനായിട്ട് അല്ലേ? ഇവിടെ കൊടുക്കാൻ അവിടെ ഉണ്ടായതിന് കുറവുണ്ട്. ഒരുപാട് വണ്ടി കയറിക്കുന്നതല്ലോ. എയർപോർട്ട് റൂട്ടാണ്. അത് എയർപോർട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാലിക്കറ്റാ? അല്ലല്ല, കണ്ണൂര്. കണ്ണൂർ എയർപോർട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ എണ്ണം കൂടുതലാണ്. എത്ര വണ്ടി ഇടിക്കുന്ന ദിവസം. ഈ അടുത്തൊരു ഉടിയിൽ റൂട്ട് തന്നെ. കഴിഞ്ഞ മാസം ഒരു പെണ്ണെ അടിച്ച് പ്രൈവറ്റ് ബസ്. പിന്നെ വേറെ കുട്ടിയായിട്ട് പോകുമ്പോൾ കുട്ടിയെ അടിപ്പിച്ച് കൂട്ടി മറിച്ചല്ല.